ശബരി റെയിലിൽ പകുതി തുക വഹിക്കാമെന്ന സംസ്ഥാനത്തിന്റെ തീരുമാനം നൂറ്റാണ്ടിലധികമായുള്ള ദുരിത ജീവിതം അവസാനിപ്പിക്കുമെന്ന ആകാംക്ഷയിലാണ് പദ്ധതി പ്രദേശത്തെ ജനങ്ങൾ. ഭൂമി വിൽക്കാനോ ഈട് വയ്ക്കാനോ വീട് പണിയാനോ കഴിയാതെ അലയുകയാണിവർ. ഇപ്പോഴത്തെ പ്രഖ്യാപനമെങ്കിലും കടലാസിൽ ഒതുങ്ങരുതേ എന്ന് ഇവർ പ്രാർത്ഥിക്കുകയാണ്. 5 സെന്റ് വിൽക്കാനോ ഒന്നും ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. ഇത് ഒന്നുപോലെ വരണം. അതല്ലെങ്കിൽ വരണില്ല എന്നൊരു വാക്ക് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനോ. എന്തോരം എണ്ണങ്ങൾ പെണ്ണുങ്ങളെ കെട്ടിക്കാനും ഒന്നുമില്ലാണ്ട് നിരാശയിൽ ജീവിക്കുന്ന അറിയാമോ. ഇവരെടുക്കൂല്ലെങ്കിൽ ആ കല്ലൂരി കളഞ്ഞുകൊണ്ട് പേപ്പറിൽ കൊടുക്കണം, ഞങ്ങൾ സ്ഥലം എടുക്കണില്ലാന്ന്. ശബരി പദ്ധതിക്കായി ഭൂമി വിട്ടു നൽകി ജീവിതം പെരുവഴിയിലായവർ കഴിഞ്ഞ വർഷം ഞങ്ങളോട് പറഞ്ഞ വാക്കുകളാണ് ഈ കേട്ടത്. ഇപ്പോൾ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള തർക്കം ഏതാണ്ട് പരിഹരിച്ച് പദ്ധതിയുടെ പകുതി തുക സംസ്ഥാനം വഹിക്കാമെന്ന് ധാരണയിലെത്തിയിട്ടുണ്ട്. ഈ പ്രഖ്യാപനവും പതിവ് പോലെ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാകുമോ എന്നാണ് അനുഭവസ്ഥർ ചോദിക്കുന്നത്. 1/4 നൂറ്റാണ്ടിലധികമായി ശബരി റെയിൽ പദ്ധതി പ്രഖ്യാപിച്ചിട്ട് അങ്കമാലിയിൽ നിന്ന് കാലടി വരെ ട്രാക്ക് ഇട്ടു. സ്റ്റേഷൻ പണിതത് കിടന്ന് നശിച്ച് ഈ അവസ്ഥയിലായി. ഫ്രീസ് ചെയ്തിട്ടേക്കാണ്. അത് കാരണം മക്കളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കോ ഒന്നും പൈസ എടുക്കാനോ പണയം വയ്ക്കാനോ ഒന്നിനും പറ്റാത്ത ഒരു വല്ലാത്ത അവസ്ഥയാണ്. ഇരയാവുന്നത് ഞങ്ങൾ. ഈ കല്ലാണ് റെയിൽവേ ഇട്ടിരിക്കുന്ന കല്ലാണിത്. ഇത് ഏതാണ്ട് 2000-ഓളം കുടുംബങ്ങളെ വഴിയാധാരേക്ക് ഇരിക്കുന്ന കല്ലാണ്. ശബരി പാതയ്ക്കായി കാലടി ചെങ്ങലിൽ പണിതെടുത്തിരിക്കുന്ന റെയിൽവേ പാലമാണിത്. ഈ പാലം കഴിഞ്ഞാൽ പിന്നെ ഒക്കലായി, പിന്നീട് പെരുമ്പാവൂർ, കോതമംഗലം, മൂവാറ്റുപുഴ, അങ്ങനെ ശബരിപാത ഇടുക്കി ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ്. 1/4 നൂറ്റാണ്ടിലധികമായുള്ള കാത്തിരിപ്പ് ഇനിയെങ്കിലും സഫലമാകുമോ എന്ന കാത്തിരിപ്പിലാണ് ഒരു നാട്. 28 വർഷമായി എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ജനിച്ച ആളുകൾക്കെല്ലാം പ്രായപൂർത്തിയായി അവരുടെ ഒരു ജീവിതാന്തസ്സിലേക്ക് കടക്കേണ്ട സമയമായിട്ടും ഈ പ്രദേശത്തെ ആളുകൾക്ക് ഇത് ഫ്രീസ് ചെയ്യപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് അവരുടെ ഒരു കാര്യങ്ങളും നടക്കാതെ പോയി പഠിക്കാനോ അല്ലെങ്കിൽ അവരുടെ വിവാഹ കാര്യങ്ങൾക്കോ ഒന്നും പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് പോയി കഴിഞ്ഞു. ഈ അനുവദിച്ച തുക ഇന്നല്ലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്, കുറച്ചും കൂടെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. എന്തായാലും വൈകി വന്ന ഒരു വസന്തം പോലെ അതിനെ നമ്മൾ അംഗീകരിക്കുകയാണ്. ഇക്കാലം കൊണ്ട് പദ്ധതി ചെലവിൽ 525% വർധനയാണ് ഉണ്ടായത്. ശബരി റെയിൽ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ 517 കോടി രൂപയാണ് നിർമ്മാണ ചെലവായി കണക്കാക്കിയിരുന്നത്. ഇപ്പോഴത് 3347 കോടി രൂപയായി ഉയർന്നിരിക്കുന്നു. പകുതി തുക വഹിക്കുമെന്ന സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപനം വെറും തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് അല്ലെങ്കിൽ ഇനി പദ്ധതി തുടങ്ങാൻ തടസ്സങ്ങൾ ഒന്നും ഉണ്ടാവില്ല എന്ന് തന്നെ കരുതാം. പദ്ധതി നടപ്പാക്കും പോലെ തന്നെ പ്രധാനമാണ് പദ്ധതിക്കായി കല്ലിട്ട് തിരിച്ച ഭൂമിയിൽ കിടന്ന് നരകിക്കുന്നവരുടെ ജീവിതവും. നിഖിൽ ജോസഫിനൊപ്പം പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.